നമസ്കാരം, ഞാൻ ഷെഫ് ജോഷിയാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഫിംഗർ മില്ലറ്റ് കേക്ക്. ഈ ഫിംഗർ മില്ലറ്റ് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന അതൊരു ഫീലാണ്. അതേസമയം ഈ കേക്കിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്, അതുപോലെ വളരെ ന്യൂട്രീഷ്യൻസ് ഫാറ്റൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബട്ടർ 100 ഗ്രാമാണ്. 100 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കുക. ഞാൻ ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, 100 ഗ്രാം ബട്ടർ. ഇതിനൊന്ന് ക്രീമി ആക്കുക. ഇവിടെ വയർ വിസ്ക് ഉണ്ട്. വയർ വിസ്ക് കൊണ്ട് നമുക്കൊന്ന് ക്രീമി ആക്കി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ബീറ്റർ ഉപയോഗിക്കാം കുക്കാകാനായിട്ട്. അതിലേക്ക് നമ്മൾ 150 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. ശർക്കര ഭയങ്കര ഹെൽത്തി ഓപ്ഷനാണ്. നമ്മൾ വൈറ്റ് ഷുഗർ എടുത്തിട്ടില്ല. ഈ ശർക്കര അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം. 100 ഗ്രാം ബട്ടർ ഉണ്ട്. അതിലേക്ക് നമ്മൾ 100 ml സൺഫ്ലവർ ഓയിൽ, നമുക്ക് ഇനി റിഫൈനൈഡ് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് ആഡ് ചെയ്യാം. ഈ ബട്ടറും ഓയിലും ഈ നമ്മുടെ ശർക്കരയും കൂടി നല്ലോണം യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ 4 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുട്ട ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. കുറേശ്ശായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഗസ്റ്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് ഈ മുട്ട ഒഴിവാക്കാം. ഇതിന് പകരം 200 ml ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്കായിട്ടുള്ള തൈര് വരുന്നുണ്ട്, കട്ട തൈര്, അത് ആഡ് ചെയ്യാം. ഫ്ലേവറിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് എന്നിവിടെ ഉപയോഗിക്കുന്നത് വനില എസൻസ് ആണ്. അതൊരു 5 ml, അതായത് ഒരു സ്പൂൺ എടുക്കാം, 5 ml ഒഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉദ്ദേശം 5 ml ഒഴിച്ചേക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ 100 ഗ്രാം റാഗി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റാഗി അതായത് ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ സീവ് ചെയ്യുമെന്ന് പറയും. റാഗി 100 ഗ്രാം, അതുപോലെ 90 ഗ്രാം നമ്മൾ ആട്ട, ഓക്കെ, വീറ്റ് ഫ്ലവർ, അതുപോലെ തന്നെ ഒരു 10 ഗ്രാം കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡറോ ആകാം. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ലെവൽ ടീസ്പൂൺ. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ മതി. എന്തിനാ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഈ ബേക്കിംഗ് സോഡ നമ്മൾ ഇടുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തതിൻ്റെ പേരിലാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ മാത്രം മതി. ഇത് ഡ്രൈ എല്ലാം കൂടി സീവ് ചെയ്തതുപോലെ എറേഷൻ വരും ഇതിൻ്റെ അകത്ത്. ഒരു എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യും, അതാണ് എറേഷൻ എന്ന് പറയുന്നത്. സീവ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ഇതിനെ പറഞ്ഞാൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച്, ഇത് ഓപ്ഷനിലാണ്, നമ്മൾ ഇതിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 50 ഗ്രാമോളം ചോക്കോ ചിപ്സ്. നമ്മൾ ബേക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സ്വിച്ച് ഓൺ ദിസ്. അതിനുശേഷം നമ്മളിവിടെ ടൈമർ ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കേക്കിന് വേണ്ടത് 30 മിനിറ്റ് ആണെങ്കിൽ നമ്മളൊരു 35 മിനിറ്റ് എടുക്കുക, ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ്. അതുപോലെ
ഇതിൻ്റെ ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉണ്ട്. അതിവിടെ ഉണ്ട്, നോബുണ്ട്, തിരിക്കുക. ഹീറ്റ് നമുക്ക് മേളിൽ നിന്നും താഴെ നിന്നും വേണം. അത് ഇവിടെ ഇൻഡിക്കേറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മിക്കവർക്കും ഉള്ള കൺഫ്യൂഷനാണിത്. ഇപ്പുറത്ത് വരുന്നത് നമുക്ക് റൊട്ടേറ്ററിയാണ്, മറ്റേ റൊട്ടിച്ചാർജ് ചെയ്യാനാണ്. അതുപോലെ കണ്ടോ, ഇത് ഹീറ്റ് കണ്ട് ഇവിടെ താഴെ ഒരു ആരോ മേളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഹീറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഏത് ട്രേ ആണ് ആവശ്യമെന്ന് വെച്ചാൽ ആ ട്രേ നമ്മൾ തന്നെ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക. ഇതിൻ്റെ ഈ ട്രേയുടെ സൈസിലുള്ള നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർഷമെൻറ്റ് ഷീറ്റാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീസ് ചെയ്ത ട്രേ, ഗ്രീസ് ചെയ്ത് പാർഷമെൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട ട്രേയിലേക്ക് നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. ഗാർണിഷ് വേണമെങ്കിൽ ഇത് കുറച്ച് ഒന്ന് ചോക്കോ ചിപ്സ് കുറച്ച് മേളിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇതിന് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഇത് നമുക്ക് കൊണ്ടുപോയി ബേക്ക് ചെയ്യാം. വേണ്ട, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ മില്ലറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ ഒരു ടെക്സ്ചറാണ് നമുക്ക് കാണുന്നത്, ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സമയം 25 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തത്, ബേക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് പ്രസൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കണ്ടിച്ചെടുക്കാം. ഇപ്പോൾ ഫൈനലി നമ്മുടെ പ്ലേറ്റ് റെഡിയായി. മില്ലറ്റ് കേക്കിൻ്റെ പ്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. ആ ഒരു മില്ലറ്റിൻ്റെ ഒരു പീസ് ഇവിടെ സെൻറ്ററിലുണ്ട്. അതുകൂടാണ്ട് നമ്മൾ ചോക്ലേറ്റ് വെച്ച് അതിൻ്റെ സോസ് ഉണ്ടാക്കി. അതിന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത് ചോക്ലേറ്റ് ഗണാഷ് എന്നാണ്. അതായത് ചോക്ലേറ്റ് ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു 100 ഗ്രാം ക്രീം ഒഴിക്കുക, അതിനൊന്ന് മെൽറ്റ് ചെയ്യുക. അതാണ് ചോക്ലേറ്റ് സോസ്. ആ ചോക്ലേറ്റ് സോസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം, പ്ലേറ്റ് പ്രസൻറ്റേഷൻ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ഒന്നുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മിസ് ഫ്രൂട്ട് ജാമാണ്, അതും കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടാതെ ഒരു ചെറിയും അതുപോലെ ഒരു മിൻറ്റിൻ്റെ സ്പ്രിഗും ഒരു മിൻറ്റിൻ്റെ ലീഫും വെച്ച് നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മില്ലറ്റിൻ്റെ ഒരു കേക്ക് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കണം. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.